അതേപോലെയാണ് സ്പെയിനിലേക്കും പടയോട്ടം നടത്തിയത്. കത്തോലിക്കക്കാര് മാത്രമേ അവിടെ താമസിക്കാവൂ, മറ്റുള്ളവരെ താമസിപ്പിക്കാൻ പാടില്ല എന്നും, എതുവരെ എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള പുരോഹിതന്മാർ എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ചുകൂടി ജൂതന്മാരെ ചുട്ടരിക്കുകയും കൊന്നുകളയുകയും ചെയ്തുവെങ്കിൽ സ്പെയിനിലെ ജൂതന്മാരുടെ പൂർണ്ണ സംരക്ഷണത്തിനും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ അങ്ങോട്ടേക്ക് പടയോട്ടം നടത്തിയത് എന്ന് ഡോക്ടർ കൈത്താനി പറയുന്നുവെങ്കിൽ, ഇന്ന് ജൂത പരിശകൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ പേപ്പട്ടി സമാനമായി കൊന്നൊടുക്കിയിട്ട് പേപ്പട്ടിയുടെ മുന്നിലിട്ട് കൊടുക്കുന്ന നാണംകെട്ട നികൃഷ്ടമായ മ്ലേച്ഛമായ പ്രവർത്തനം ഇന്ന് നമ്മൾ കാണുന്നുവെങ്കിൽ, ഉമ്മാന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുമക്കളെ അടക്കം ഉപ്പയോട് കെട്ടിപ്പിടിച്ച് ഒരു ജീവന് വേണ്ടി ശ്വാസത്തോടുകൂടി നിലവിളിക്കുന്ന കുഞ്ഞുമക്കളെ അടക്കം അവരോട് പോലും ഒരു പട്ടിയുടെ സ്ഥാനം പോലും കാണിക്കാതെ ജൂത പരിശകൾ ഇന്ന് കൊന്നൊടുക്കുന്നുവെങ്കിൽ, ഹിജ്റ 640 മുതൽ ജൂതന്മാർക്ക് ഏതൊരു രാജ്യത്ത് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരുന്നോ ആ രാജ്യത്ത് മതസ്വാതന്ത്ര്യത്തിനുള്ള പൂർണ്ണമായ അവകാശം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ആ നാട്ടിലേക്ക് പടയോട്ടം നടത്തിയത്. ഇന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ സുജൂദ് ചെയ്തിരുന്ന ബൈത്തുൽ മുഖദ്ദസ് പോലും പിടിച്ചടക്കിയിട്ട് അവിടെ സുജൂദിൽ പോകുമ്പോൾ അവന്റെ പൃഷ്ഠഭാഗത്ത് വെടിവെച്ച് പരിശുദ്ധമായ മിമ്പറും മിഹ്റാബുകളും മലീമസമാക്കുന്ന ഈ ജൂത പരിശകളുടെ മതസ്വാതന്ത്ര്യം നിലനിർത്താനായിരുന്നു പരിശുദ്ധ ഇസ്ലാം അങ്ങോട്ട് പടയോട്ടം നടത്തിയത് എന്ന് പാശ്ചാത്യ ചരിത്രകാരൻ ഡോക്ടർ ഖൈത്താനി പറയുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ സിറിയയിലേക്ക് അയക്കുകയാ. സിറിയ, ബൈത്തുൽ മുഖദ്ദസ്, യർമൂക്ക്, ഡമാസ്കസ് പോലുള്ള രാഷ്ട്രങ്ങളെല്ലാം അന്നത്തെ സിറിയയുടെ കീഴിലായിരുന്നു. 30ഓളം രാഷ്ട്രങ്ങൾ കൈസർ ഭരണകൂടത്തിന്റെ കീഴിൽ. ഇവിടെ ഭരണീയരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവിടുത്തെ നാട്ടുകാരെ അതിക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് ഒരു പടയെ അയക്കുകയാണ്. യാത്രാമധ്യേ മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവും സ്വഹാബത്തും നേരെ മടങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ചെയ്ത ഉത്തരവാദിത്തം നടപടി, ഏതൊരു പ്രവാചകൻ ഏതൊരു വ്യക്തിയെ നേതൃസ്ഥാനത്തിൽ നിർത്തിക്കൊണ്ട് ഏതൊരു രാജ്യത്തേക്ക് പടയോട്ടത്തിന് വേണ്ടി അയച്ചുവോ ആ ഒരു ഉത്തരവാദിത്വം പൂർത്തീകരിക്കണം എന്ന ദൗത്യമുഖമായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗ്രഹം. അതുകൊണ്ട് ആദ്യമായി ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ച് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അമീറാക്കിയിട്ട് നേരെ സിറിയയിലേക്ക് പടയോട്ടം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ സടകുടഞ്ഞെഴുന്നേറ്റു. അബൂബക്കർ, നിങ്ങൾ എന്താ ഇപ്പൊ ഈ കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, ബഹുമാനപ്പെട്ട പ്രവാചകൻ വഫാത്തായി, കുറെ ആളുകൾ മുർത്തദായി മാറി, കുറെ ആളുകൾ സക്കാത്ത് തരൂല എന്ന് പറയുന്നു, കുറെ ആളുകൾ നമസ്കാരം മാത്രം മതി എന്ന് പറയുന്നു. അതിനിടയിൽ മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഞാനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്നു. മാത്രമല്ല മദീനയെ ആക്രമിക്കാൻ വേണ്ടി പുറം നാടുകളിൽ നിന്ന് പ്രതിയോഗികൾ വാളെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ എന്താണ് അബൂബക്കറെ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഈ സാഹചര്യത്തിൽ ഇനിയൊരു പടയോട്ടത്തിന്റെ ആവശ്യമുണ്ടോ? മദീനയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ ഇവിടെ നടപ്പിലാക്കിയത് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനുവേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുക. തൽക്കാലം അങ്ങോട്ടേക്ക് ജനങ്ങളെ വിടരുത് എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, ഉമർ ദേഷ്യപ്പെട്ട പറഞ്ഞത്, യാ ഉമർ അജബ്ബാറൻ ഫിൽ ജാഹിലിയ്യ വഖവാറൻ ഫിൽ ഇസ്ലാം വഖവാരിഖൻ ഫിൽ ഇസ്ലാം. അജബ്ബാറൻ ഫിൽ ജാഹിലിയ്യ വഖവാറൻ ഫിൽ ഇസ്ലാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നീ വീരശൂരനായിരുന്നല്ലോ, ചങ്കൂറ്റമുള്ളവനായിരുന്നല്ലോ, സ്ഥൈര്യമുള്ളവനായിരുന്നല്ലോ, പരസ്യമായി
പരിശുദ്ധ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും കോട്ടകൊത്തളങ്ങളെ കിടിലം മറിച്ചുകൊണ്ട് പരസ്യ പ്രഖ്യാപനം നടത്തി ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളാണെന്നും പരസ്യ പ്രഖ്യാപനം നടത്താൻ ജാഹിലിയ കാലഘട്ടങ്ങളിൽ നീ ചങ്കൂറ്റം കാണിച്ചവനാണ്. വഖവ്വാറുൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് നീ വന്നപ്പോൾ നീ ഭീരുവായി പോയോ? ഇസ്ലാമിൽ നീ ഭീരുവായി പോയോ? വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ. ഓർത്തോ ഉമറേ, ആരെല്ലാം ഈ അബൂബക്കറിന്റെ ഭരണത്തിന്റെ കീഴിൽ ഈ ഹിജാസിൽ താമസിക്കുന്നുവോ, ആരൊരാൾ നമസ്കാരം നിലനിർത്തുന്നില്ലയോ, സക്കാത്ത് വേണ്ട എന്ന് പറയുന്നുവോ, അവനെ ഞാൻ